അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ലേൺ വിത്ത് കബീർ യൂട്യൂബ് ചാനലിൽ നടന്നു വരുന്ന അൽ അറബിയ്യ എന്ന കോഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കോഴ്സിലെ രണ്ടാമത്തെ പാഠപുസ്തകമായ താരീഖുൽ അദബുൽ അറബ് ആദ്യ എപ്പിസോഡുകളിലാണ് നാം ഉള്ളത്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇസ്ലാമിന് മുന്നേ ഉള്ള കാലഘട്ടങ്ങൾക്കാണ് ജാഹിലിയ കാലഘട്ടം എന്ന് പറയുന്നത്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബൂവത്ത് കിട്ടുന്നതിന് മുമ്പുള്ള കാലഘട്ടമാണ് ജാഹിലിയ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ തെറ്റായ ആചാരങ്ങളും വിശ്വാസങ്ങളും തന്നെയായിരുന്നു അറബികളിൽ ഉണ്ടായിരുന്നത്. അറബികളിലെ സെമിറ്റിക് ഗോത്രത്തിലേക്കാണ് അറബികളെ ചേർക്കുന്നത്. അറബികളെ സെമിറ്റിക് ഗോത്രത്തിലേക്ക്. സെമിറ്റിക് ഗോത്രം എന്നാൽ സാമിയ, അതായത് ആ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ സാം കുടുംബത്തിലേക്കാണ് അവരെ ചേർക്കപ്പെടുന്നത്. സെമിറ്റിക് ഭാഷയായിട്ടാണ് അറബികളെ ചേർക്കപ്പെടുന്നത്. അന്നത്തെ അറബികൾ രണ്ട് വിഭാഗക്കാരാണ്. സുക്കാനുൽ ബദവി. ആരൊക്കെയാണ്? സുക്കാനുൽ ബദവി, സുക്കാനുൽ ഹളരി. അതായത് മരുഭൂമികളിൽ താമസിക്കുന്ന അറബികൾക്ക് സുക്കാനുൽ ബദവി എന്ന് പറയും. നാഗരികമായി മക്കയിൽ തന്നെ താമസിക്കുന്ന ആൾക്കാർക്ക് സുക്കാനുൽ ഹളരി എന്നും പറയും. രണ്ട് വിഭാഗക്കാരാണ് സുക്കാനുൽ ബദവി, സുക്കാനുൽ ഹളരി. അന്നത്തെ ആ കാലഘട്ടത്തിൽ തന്നെ അറബികൾ സാഹിത്യത്തിൽ വളരെ മുൻപന്തിയിലായിരുന്നു. അന്നത്തെ അറബികളിൽ, ജാഹിലിയ കാലഘട്ടത്തിലെ അറബികളിലെ ഓരോ ഗോത്രത്തിലും ഓരോ ഖത്തീബും അതേപോലെ തന്നെ ഓരോ ഷായറും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ഖത്തീബും ഷായറും, അതായത് ഒരു പ്രാസംഗികനും അതേപോലെ ഒരു കവിയും ഉണ്ടായിരുന്നു. ഇവരാണ് ആ ഗോത്രത്തിലെ നബിയും അതേമാതിരി സയീം നേതാക്കളുമായിരുന്നു. ഓരോ ഗോത്രത്തിനും ഓരോ നബിമാരുണ്ടാകും. അതിലെ അന്നത്തെ കവിമാരോ അതല്ലെങ്കിൽ അന്നത്തെ ഖത്തീബുമാരോ ആയിരിക്കും അവിടുത്തെ നേതാക്കന്മാര്. അവിടുത്തെ ഖത്തീബുമാരോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ കവിമാരൊക്കെയാണ് അവിടുത്തെ ഗോത്ര മഹിമയെ കുറിച്ചിട്ട് ഇങ്ങനെ പാടിയിട്ടും പറഞ്ഞു നടക്കുക. കാരണം ആ ഒരു കാരണം കൊണ്ടാണ് അവരുടെ ഗോത്രത്തെ അറിയപ്പെടുന്നത്. ഇവരെവിടെ നിന്നിട്ടാണ് ഇതൊക്കെ, അതായത് ഇവർക്ക് പബ്ലിസിറ്റി കിട്ടണം. ഇവര് പാടുന്നതും പ്രസംഗിക്കുന്നതൊക്കെ ഇവരറിയണം. അവരുടെ ഗോത്രങ്ങളെ കുറിച്ചിട്ടൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവര് കച്ചവട സംഘങ്ങള്, യാത്രാ സംഘങ്ങൾ ഉണ്ടാകും. അതുപോലെ ഹജ്ജ് വേളകളിലൊക്കെയാണ് ഇവരെ പ്രസംഗിക്കുകയും അതുപോലെ അവരുടെ പാട്ടിനെ, അവരുടെ ഷെയറിനെ ആലപിക്കുകയും ചെയ്തിരുന്നത്. അങ്ങനെ അവര് ഇത് ആലപിക്കുകയും ഇതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്ന സമയത്ത് കുറെ വിധി നിർണയക്കാരുണ്ടാകും. അതായത് ജഡ്ജിമാര് അതിനനുസരിച്ച് എന്ത് ചെയ്യും, അവർക്ക് വിധി പ്രഖ്യാപിക്കും. അങ്ങനെ അതിൽ നിന്ന് ഏറ്റവും നല്ല കവിതയൊക്കെയാണ് അന്ന് അവർ തെരഞ്ഞെടുക്കുകയുണ്ടായിരുന്നത്. അതുപോലെ തന്നെയാണ് ഈ സാഹിത്യത്തെ അവർ രണ്ട് രീതിയിൽ തരംതിരിക്കുന്നത്. രണ്ട് രീതി ഏതൊക്കെയാണ്? ഒന്ന് ഷെയറും ഒന്ന് നെസറും. ഷെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്നറിയാം, അത് പദ്യമാണ്. നെസർ പറഞ്ഞാലും അത് ഗദ്യമാണ്. ഷെയർ നെസർ പദ്യരൂപത്തിലും ഗദ്യരൂപത്തിലുമാണ്. പക്ഷെ അറബികളിൽ അധികവും കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് ഷെയറായിരുന്നു. അറബികളിൽ കൂടുതലും ഷെയറായിരുന്നു നിലനിന്നിരുന്നത്. അതാണ് അവർക്ക് ആലപിക്കാൻ എളുപ്പം. കാരണം ഇവര് നിരക്ഷരായിരുന്നു. നിരക്ഷരെന്ന് പറഞ്ഞാൽ ആരാണ്? എഴുതാനും വായിക്കാനും അറിയാത്തത് കൊണ്ട്. അതുകൊണ്ട് അവർക്ക് ഓർമ്മിക്കാനും ഇത് പാടാനും പെട്ടെന്ന് കഴിയും. നെസർ ആ ഒരു രീതിയിലല്ല. നെസർ ഗദ്യരൂപത്തിലായത് കാരണം അവർക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പ്രയാസമാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അതറിയാം, പാട്ടാണെങ്കിൽ പെട്ടെന്ന് നമ്മളൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന ഒരു സംഭവമാണ്. അത് കാരണം തന്നെ ഷെയറായിരുന്നു അറബികളിൽ വ്യാപിച്ചു കിടന്നിരുന്നത്. അവർ ഈ കവിതകളൊക്കെ ആലപിച്ചിരുന്നത് അവരുടെ ചുറ്റുപാടിന് അനുസരിച്ചും അതുപോലെ അവരുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ചൊക്കെയാണ് അവര് ഈ കവിതകളെ ഉണ്ടാക്കിയിരുന്നതും അത് ആലപിക്കുകയും ചെയ്തിരുന്നത്. അന്ന് അറബികള് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നവരായിരുന്നു. മൊളുറുബിന് നിസാർ എന്ന് പറയുന്ന ഒരു കവി, അദ്ദേഹത്തിന്റെ ഒട്ടകത്തിന്റെ പുറത്തുനിന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അതിൽ നിന്നും താഴെ വീണു. കൈയിന്റെ എല്ലൊക്കെ പൊട്ടിയ സമയത്ത് അതിന് പെട്ടെന്ന് എഴുന്നേറ്റ് വാ യഥാ എന്നിങ്ങനെ പറയുകയും പറയുന്ന ആ ഒരു സൗണ്ട്, ആ ഒരു ശബ്ദം ഒട്ടകം അത് മനസ്സിലാക്കിയിട്ട് ഒട്ടകം പെട്ടെന്ന് മുന്നോട്ട് ചലിക്കാൻ തുടങ്ങിയതോടുകൂടെ ഇവർക്ക് അതിലേക്കുള്ള ഐഡിയകൾ കിട്ടി.
അതായത് ഒട്ടകത്തിന് മനസ്സിലാകാൻ പറ്റുന്ന രീതിയിലൊക്കെ ഇവർ പാട്ട് പാടാൻ ശ്രമിച്ചു. അങ്ങനെ അവർ ആ ഒരു പാട്ടിലൊക്കെയാണ് പിന്നീട് അവർക്ക് പിന്നീടുള്ള യാത്രകൾ എളുപ്പമാക്കാൻ അവര് കവിതയെ ഉപയോഗിച്ചിരുന്നു എന്നുള്ള, അങ്ങനെയൊക്കെയാണ് ഈ കവിത പ്രചാരത്തിൽ വന്നത്. പിന്നീട് ആദ്യം ഇതിനൊരു കോർവ അല്ലെങ്കിൽ അതിനൊരു വസനായിട്ടോ അല്ലെങ്കിൽ ഒരു മ്യൂസിക്കായിട്ടോ ആ ഒരു തരത്തിലൊന്നും ആദ്യകാലങ്ങളിലെ കവിതകൾക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവർ പാടി തുടങ്ങിയപ്പോൾ ഇതിന് വസനും കാഫിയും മ്യൂസിക്കും ഒക്കെ വന്നു. അങ്ങനെ ഇതിൽ ആദ്യം വന്നതാണ് റിജ്സ് എന്ന പദം. ഈ കവിതയിലെ മ്യൂസിക്കും അതേപോലെ അതിന്റെ വസനൊക്കെ അനുസരിച്ചിട്ട് ആദ്യം വന്നതാണ് റിജ്സ്. പിന്നീട് അവരുടെ കവിതകൾക്കൊക്കെ ഭയങ്കര നീളം കൂടിയ കവിതകളായി മാറിയിരുന്നു. മുഹൽഹിൽ എന്ന ആളുടെ കവിതയാണ് അന്നത്തെ പൗരാണികമായ കവിത എന്ന് പറയുന്നത്. ഹർബുൽ ബുസൂസിൽ വെച്ച് തന്റെ സഹോദരനായ കുലൈബ് മരണപ്പെടുകയും അദ്ദേഹത്തിന്റെ വിലാപകാവ്യാണ് അദ്ദേഹം പാടിയത്. അന്നത്തെ ആ ഒരു കവിതയാണ് ഏറ്റവും പൗരാണികമായിട്ടുണ്ടായിരുന്നത്. അപ്പോ ചോദ്യം വരാൻ സാധ്യതയുണ്ട്, പൗരാണികമായ കവിത ആരതാണ് എന്നുള്ളത്. അതാരാണ്? മുഹൽഹിൽ എന്നത്. മുഹൽഹിൽ ആരുടെ കവിതയാണ് ആലപിച്ചത്? ആരെ കുറിച്ചിട്ടുള്ള കവിതയാണ് ആലപിച്ചത്? തന്റെ സഹോദരന്റെ വിലാപകാവ്യമാണ് ആലപിച്ചിട്ടുണ്ടായിരുന്നത്. ഏത് യുദ്ധത്തിലാണ്? ഹർബുൽ ബുസൂസ്. അവിടെ ഒരു 3 ചോദ്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ? പൗരാണികമായ കവിത ആരുടേതാണ് എന്നൊരു ചോദ്യമുണ്ട്. മുഹൽഹിൽ. പിന്നീട് നമുക്കൊരു ചോദ്യം കിട്ടും, ആരെ കുറിച്ചിട്ടായിരുന്നു അവിടെ കവിത ആലപിച്ചിരുന്നത്? തന്റെ സഹോദരനായ കുലൈബ്. വ്യക്തിയുടെ പേരാണ് കുലൈബ്. ഏത് ഇനത്തിൽ പെടുന്നതാണെന്ന? റസാ, അതായത് വിലാപകാവ്യാണ്. യുദ്ധത്തില് മരണപ്പെട്ട തന്റെ സഹോദരനായ കുലൈബിന്റെ വിലാപകാവ്യാണ് അദ്ദേഹം രചിച്ചിരുന്നത്. നജിദിലും ഹിജാസിലൊക്കെയാണ് ഈ ഷേറിന്റെ നമ്മുടെ ഈ കവിതയുടെ ആരംഭം ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ വേറൊരു ചോദ്യം കൂടെ വരാം. നമ്മൾ വസന്, കാഫി, മ്യൂസിക് ആയിട്ടൊക്കെ ഇങ്ങനെ ഈ കവിതയെ തരംതിരിക്കുമ്പോ അതിൽ ആദ്യം വന്ന പദം ഏതാണെന്ന്. ആദ്യം വന്ന പദം ഏതായിരുന്നു? നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞു, റിജ്സ്. ഏതാണ്? റിജ്സ്. അതേപോലെ തന്നെ ഓരോ കവിമാർക്കും ഓരോ റിപ്പോർട്ടർമാരുണ്ടാകും. ഓരോ കവിമാർക്കും ഉണ്ടാവും ഓരോ റിപ്പോർട്ടർമാരുണ്ടാവും. ഇവരാണ് ഇവരുടെ കവിതകളൊക്കെ എന്ത് ചെയ്യുന്നത്? ക്രോഡീകരിക്കുന്നത്. ഇവര് മുഖാന്തരാണ് ഇവര് ഇന്ന ആളാണ് ഇന്നത് പാടിയത് എന്നൊക്കെ ഉള്ളത് ഈ റിപ്പോർട്ടർമാരെന്നെ അതിനെങ്ങനെ പാടി പുകഴ്ത്തിയിട്ട് നടക്കുകയും ചെയ്യും. അപ്പോഴാണ് ഈ കവിത ഇന്ന ആളുടേതാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാവുകയും ചെയ്യുള്ളൂ. ഈ കവിതകളൊക്കെ 3 ഘട്ടമാക്കിയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. കവിതകളെ 3 ഘട്ടങ്ങളാക്കിയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. അതായത് 3 തൊബക്കാത്തുകൾ. ഏതൊക്കെയാണ്? തൊബക്കത്തുൽ ഊല, തൊബക്കത്തു സാനി, തൊബക്കത്തു സാലിസ്. ഇങ്ങനെ 3 തൊബക്കാത്തുകളായിട്ടാണ്. അതിൽ ഒന്നാമത്തെ തൊബക്കത്തില്, അതായത് തൊബക്കത്തുൽ ഊലയിലെ ആളുകൾ ആരൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഉംറുൽ ഖൈസ്, സുഹൈർ ബിനു അബി സലമ, നാബിയത്തു സബയാൻ. ആരൊക്കെയാണ്? ഉംറുൽ ഖൈസ്, സുഹൈർ ബിനു അബി സലമ, നാബിയത്തു സബയാൻ. തൊബക്കത്തുൽ ഊലയിലെ ആളുകളാണ് അവര്. ഇനി തൊബക്കത്തു സാനി, രണ്ടാമത്തെ തൊബക്കയിലെ ആളുകൾ ആരൊക്കെയാണ്? ആയിഷ, ലബീദ് ബിനു റബിയ, തൊറഫത്ത് ബിനു അബ്ദ്. ഒരു പ്രാവശ്യം കൂടി പറയാം. ആയിഷ, ലബീദ് ബിനു റബിയ, തൊറഫത്ത് ബിനു അബ്ദ്. ഇതാരാണ്? തൊബക്കത്തു സാനിയ. ഇനി തൊബക്കത്തു സാലിസ്, മൂന്നാമത്തെ തൊബക്കയിലുള്ള ആൾക്കാർ ആരൊക്കെയാണ്? അൻതറത്ത് ബിനു ഷദാദ, ദരീദ് ബിനു സുംത്ത്, ഉമയ്യത്ത് ബിനു അബി സുൽത്ത്. ആരൊക്കെയാണ്? അൻതറത്ത് ബിനു ഷദാദ, ദരീദ് ബിനു സുംത്ത്, ഉമയ്യത്ത് ബിനു അബി സുൽത്ത്. 3 തൊബക്കത്തുകളാണ്. തൊബക്കത്തുൽ ഊല, തൊബക്കത്തു സാനി, തൊബക്കത്തു സാലിസ്. ഒന്നാമത്തെ തൊബക്കയിൽ ആരൊക്കെയുണ്ട്? ഉംറുൽ ഖൈസ്, സുഹൈർ ബിൻ അബി സലമ, നാബിയത്തു സബയാൻ. രണ്ടാമത്തെ തൊബക്കത്തിൽ ആരൊക്കെയാണ്? ആയിഷ, ലബീദ് ബിൻ റബിയ, തൊറഫത്ത് ബിൻ അബ്ദ്.
മൂന്നാമത്തെ തബക്കയിലോ അൻതറത്ത് ബിൻ ഷദാദ, ദരീദ് ബിൻ സുംത്ത്, ഉമയ്യത്ത് ബിൻ അബി സുൽത്ത്. അപ്പൊ 3 തബക്കാത്തുകളാണ് ഇതിലുള്ളത്. 3 തബക്കാത്തിലെ ആളുകളെ നമ്മൾ പറഞ്ഞു. അത് നന്നായിട്ട് മനസ്സിലാക്കുക. അത് നമ്മൾ എപ്പോഴും ഓർത്തെടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ സുഹൈർ, ഖത്തിയ, നാബിയത്തു സബയാന് ഇവർക്ക് പ്രശസ്തമായ കവിമാരാണ്. ഇവരുടെ പാട്ടിനെ എന്ത് ചെയ്യും, ഇങ്ങനെ പാടി ഒരുപാട് പാടി അതിനെ മോടി കൂട്ടിയിട്ട് അതിനെ നന്നായിട്ട് ഭംഗിയാക്കിയിരുന്നു. പക്ഷെ എന്നാൽ അതിലുള്ള കുറച്ച് സാഹിത്യകാരന്മാര്, അവിടുത്തെ അന്നത്തെ കവിമാര് ഇവരെന്താവൂല, അവര് ഇവരിതിനെ മറ്റുള്ളവരെ വിമർശിച്ചിട്ടും ആക്രമിച്ചിട്ടും ഗുണ്ടായിസം നടത്തിയിട്ടും അവർക്കൊരു മതമൊന്നും ഇല്ലാണ്ട് അഴിഞ്ഞാടി നടക്കുന്ന തമ്മാടികളായിട്ടുള്ള കുറച്ച് കവിമാരുണ്ട്. അങ്ങനത്തെ കവിമാരൊക്കെ ഇവര് നാട്ടിൽ നിന്ന് പുറത്താക്കും. ഈ നാട്ടിൽ പുറത്താക്കപ്പെട്ട കവിമാർക്ക് പറയുന്നതാണ് സഅലൂക്ക്, അസ്ഹാബു സഅലീക്ക്, അസ്ഹാബു സഅലൂക്ക്, സഅലൂക്കിന്റെ ആളുകൾ, അതായത് ഗുണ്ടായിസത്തിന്റെ ആളുകൾ എന്നാണ് അവരെ പറയാം. അതിൽ 2 പേരുണ്ട്, ഷൻഫരി, തഅബത്തു ശറ. ആരൊക്കെയാണ്? ഷൻഫരി, തഅബത്തു ശറ. ഇങ്ങനെ അതിൽ പെട്ട ആൾക്കാരാണ് 2. ഒരുപാട് ആൾക്കാരുണ്ട്, അതിൽ ജസ്റ്റ് 2 ആൾക്കാരുടെ പേരാണ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ. ഷൻഫരി, തഅബത്തു ശറ ഇവരെന്താണ്? സഅലൂക്കിന്റെ ആളുകളായിരുന്നു. അപ്പൊ ചോദ്യം വരാം, സഅലൂക്കിന്റെ ആളുകളിൽ പെട്ടത് ആരെല്ലാമാണ്, അല്ലെങ്കിൽ ഈ പറയപ്പെട്ടതിൽ സഅലൂക്കിന്റെ ആളുകൾ ആരാണ് എന്നുള്ള ഒരു ചോദ്യം അവിടെ വരാം. അപ്പൊ ആരൊക്കെയാണ്? ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. സഅലൂക്കിന്റെ ആളുകൾ ഷൻഫരി, തഅബത്തു ശറ. ഇപ്പോ ഈ ഷെയറിലെ തന്നെ ഷെയർ പല ഇനങ്ങളുണ്ട്. അല്ലെങ്കിൽ ഈ ഷെയറിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാല് ആദ്യമൊക്കെ ഇവര് കുറെ അങ്ങനെ കിട്ടുന്ന രീതിയിലും അവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചും അവരെ ഒട്ടകത്ത് വെച്ചിട്ടൊക്കെ ഇങ്ങനെ പലതും പാടി. പിന്നെ ഇതിന് അവർക്ക് ഓരോ ലക്ഷ്യങ്ങളായി. ഒരുപാട് ഈ ഷെയറിൽ ഓരോ ലക്ഷ്യങ്ങളായി. ആ ലക്ഷ്യങ്ങൾ ആദ്യം നമുക്ക് എന്തൊക്കെയാന്ന് നോക്കാം. വസ്ഫിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവര് പദ്യം ആലപിക്കുന്നത്. വസ്ഫ്, മദ്ഹ്, റസാ, ഹജാ, ഖംർ, സുഹദ്, ഹിക്മത്ത്, ഹജാ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്കാണ്. എന്താ വസ്ഫ് എന്ന് പറഞ്ഞാല്? വിശേഷിപ്പിക്കുക. അവര് ഓരോന്നിനെ കുറിച്ചിട്ട് അവരുടെ പൊളിഞ്ഞ വീടുകള്, അവരുടെ കാമുകിമാരെ കുറിച്ചിട്ട്, അവരുടെ കാമുകിമാരുണ്ടായിരുന്ന വീടുകളെ കുറിച്ചിട്ട്, അത് പൊളിഞ്ഞ വീടിന്റെ അവശിഷ്ടങ്ങളെ കുറിച്ചിട്ട്, ഓരോരോ നാടിനെ കുറിച്ചിട്ട്, അവരുടെ ഒട്ടകത്തെ കുറിച്ചിട്ട്, അവർ യാത്ര ചെയ്യുന്ന മരുഭൂമിയെ കുറിച്ചിട്ട് ഇങ്ങനെ വർണ്ണിക്കണീനാണ് വസ്ഫ് എന്ന് പറയുന്നത്. മദ്ഹ് എന്ന് പറഞ്ഞാലോ അത് അവരുടെ പേഴ്സണലായിട്ടുള്ള വ്യക്തികളെ കുറിച്ചിട്ട് അവർ മദ്ഹ് ചെയ്യും, അവരുടെ കുടുംബങ്ങളെ മദ്ഹ് ചെയ്യും. ഇതിനാണ് മദ്ഹ് എന്ന് പറയുന്നത്. റസാ എന്ന് പറഞ്ഞാലോ അത് വിലാപകാവ്യങ്ങളാണ്. ഇപ്പോൾ അവരുടെ പ്രണയ നൈരാശ്യത്തിന്റെ വിലാപകാവ്യങ്ങൾ പറയും. അതേപോലെ അവരുടെ ആരെങ്കിലും അടുത്ത ബന്ധുക്കള് മരണപ്പെട്ടാൽ അതിനൊക്കെ എന്ത് പറയുന്നു? വിലാപകാവ്യങ്ങൾ, അതായത് റസാ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഹജാ, ആക്ഷേപകാവ്യങ്ങളുണ്ട്. ഒരാളെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് മാത്രം പാടുന്ന അതിൽ പറയപ്പെട്ട കുറെ ആൾക്കാരുണ്ട്. അതൊക്കെ ഹജായിൽ പറയുന്ന ആൾക്കാർ ആരൊക്കെയെന്നുള്ളതുകൊണ്ട് ഇതിനായിട്ട് പ്രത്യേക ആൾക്കാരുണ്ട്. അവരൊക്കെ ഏതൊക്കെയെന്നുള്ളത് നമുക്ക് വരുന്ന ക്ലാസ്സുകളിലൊക്കെ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഇതിൽ ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് മാത്രം നമുക്ക് നോക്കാം. പിന്നെ അതുപോലെ ഫഹ്ർ, അഹങ്കരിക്കാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാരുണ്ട്. ആ ഫഹ്റിനെ പറയാം, സ്വന്തം അഹങ്കരിച്ചിട്ടും തൻ്റെ ഗോത്രത്തെ അഹങ്കരിച്ചിട്ടും അങ്ങനെ അഹങ്കരിച്ച് പാടുന്ന ആൾക്കാര് കുറെ ആൾക്കാരുണ്ട്. അതിൽ ഒന്നാണ് ഫഹ്ർ, അഹങ്കരിച്ച് പാടുന്ന പാട്ടിന് പറയുന്നുണ്ട്. പിന്നെ ഓസല്, ശൃംഗാരം, അതായത് കാമുകിമാരെ നോക്കിയിട്ട് പ്രണയ കാവ്യങ്ങൾ പറയുന്നതാണ് ഓസല്. പിന്നെ ഖംർ, കള്ളിനെ വർണ്ണിക്കുക. അന്നൊക്കെ കള്ളിനെയും ഇതിൻ്റെയൊക്കെ അടിമകളായിരുന്നല്ലോ ജാഹിലിയ കാലഘട്ടത്തിലുള്ള ആൾക്കാർ, അത്രയും മതപ്പതിച്ചവരുണ്ടായിരുന്നു. അതില് ഖംറിനൊക്കെ ഖംറിന്റെയും അതേമാതിരി പെണ്ണിൻ്റെയൊക്കെ ആൾക്കാരാണ്. അങ്ങനെ ഖംറിനെ കുറിച്ചിട്ട് പാടിയിരുന്നു, വിശേഷിപ്പിച്ച് പാടിയിരുന്നു. പിന്നെ ഹിക്മ എന്ന് പറഞ്ഞാല് നമ്മൾ ഫിലോസഫി പോലത്തെ പറഞ്ഞാല് ചെറിയ വാക്കുകളായിരിക്കും, പക്ഷെ ഒരുപാട് അർത്ഥതലങ്ങളിലേക്ക് പോകുന്നതാണ് ഹിക്മ. അങ്ങനെയുള്ള കവിമാരും ഉണ്ടായിരുന്നു.
ഇതിൽ നിന്നും ഈ ഇങ്ങനെയൊക്കെയുള്ള ഓരോ കവിതകളിൽ നിന്ന് ഇപ്പോൾ വസ്ഫായിക്കോട്ടെ, മദ്ഹ്, റസാ, ഹജാ, സുഹദ്, ഫഖർ, ഹംറ്, ഹിക്മ സുഹദ്, ഇതൊക്കെ ആയിക്കോട്ടെ, ഈ ഒരു കവിതയിൽ നിന്നൊക്കെ പ്രത്യേകമായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടത് കുറച്ച് തെരഞ്ഞെടുക്കും. ഇതൊക്കെ പാടെ അവരെന്ത് ചെയ്യും, ഏറ്റവും ഭംഗിയുള്ള ഈ ഒരു കവിതകൾക്ക് പറയുന്ന പേരാണ് മുഅല്ലഖാത്ത് എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? മുഅല്ലഖാത്ത്. ഈ മുഅല്ലഖാത്തുകളൊക്കെ ഇവരെന്ത് ചെയ്യുന്നു, ഇവര് ക്രോഡീകരിച്ചത് വല്ല തോലിലോ പട്ടിലൊക്കെ എഴുതിയിട്ട് കഅബയിൽ തൂക്കിയിടും. ഈ തൂക്കിയിടുന്നതിനെയാണ് മുഅല്ലഖാത്ത് എന്ന് പറയുന്നത്. മുഅല്ലഖാത്തുകളാണ് നമ്മളിപ്പോ പറഞ്ഞത്. മുഅല്ലഖാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അവരിൽ ഏറ്റവും ഭംഗിയുള്ള കവിതകളെ ക്രോഡീകരിച്ചിട്ട് കഅബകളിൽ കെട്ടിത്തൂക്കുന്നതിനെയാണ് മുഅല്ലഖാത്ത് എന്ന് പറയുന്നത് അല്ലെ. അതേപോലെ ഈ മുഅല്ലഖാത്തുകൾ ആരതെല്ലാം കവിതകളാണ് എന്നുള്ളതുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് പറഞ്ഞു നോക്കാം. അടുത്ത ക്ലാസ്സുകളിൽ ഈ മുഅല്ലഖാത്തുകൾ ആരൊക്കെയാണ്, ആരുടെയെല്ലാം കവിതകളാണ് ഈ കഅബയിൽ കെട്ടിത്തൂക്കിയിട്ടുള്ളതെന്ന് നമുക്കറിയണല്ലോ. അതിനു മുന്നേ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങള് എന്തൊക്കെയായിരുന്നു എന്ന് ജസ്റ്റ് ഒരു റിമൈൻഡ്. ഓക്കെ അല്ലേ? എല്ലാവരും കൂടെ തന്നെ അല്ലേ? ഓക്കെ. ജാഹിലിയ കാലഘട്ടത്തിലെ അറബികളിലെ സാഹിത്യത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അറബികള് അജ്ഞതയുടെ ആൾക്കാരാണ് എന്ന് പറഞ്ഞു. അറബികൾ രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട്, സുക്കാനുൽ ബദവി, സുക്കാനുൽ ഹലറി. സുക്കാനുൽ ബദവി ആരാന്ന് നിങ്ങൾക്കറിയാം? ആരൊക്കെയാണ്? ഇവിടെ മരുഭൂമിയിൽ താമസിക്കുന്ന ആൾക്കാരാണ് സുക്കാനുൽ ബദവി. സുക്കാനുൽ ഹലറികളോ നാഗരികമായി മക്കയിൽ താമസിക്കുന്ന ആൾക്കാർക്കാണ് പറയുന്നത്. പിന്നെ ഇവരുടെ സാഹിത്യം രണ്ട് ഇനത്തിലാണ്, ഷെയറും നസറും. ഷെയർ എന്ന് പറഞ്ഞാൽ പദ്യാണ്, പദ്യരൂപത്തിൽ പാടുന്നതിനാണ് ഷെയർ എന്ന് പറയുന്നത്. നസർ എന്ന് പറഞ്ഞാൽ ഗദ്യരൂപത്തിലാണ്. ഈ ഷെയറുകളെ വിശേഷണങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെ, അതിന്റെ ഇനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. ഷെയറിന്റെ ലക്ഷ്യങ്ങൾ നമ്മൾ പറഞ്ഞു. എന്തിനെല്ലാം വേണ്ടിയിട്ടാണ് അവർ കവിത ആലപിക്കുന്നത്? വസ്ഫിന് വേണ്ടി, മദ്ഹിന് വേണ്ടി, റസായിന് വേണ്ടി, ഹജാഇന് വേണ്ടി, ഫഖറിന് വേണ്ടി, ഹിക്മത്ത്, സുഹദ്, ഇങ്ങനെ ഹംറ് അല്ലെ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവര് ഈ കവിതകളൊക്കെ ആലപിച്ചിരുന്നത് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഈ കവിതകളെ തബക്കാത്തുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അല്ലെ. 3 തബക്കാത്തുകളായി, തബക്കത്തുൽ ലൂല, തബക്കത്തു സാനി, തബക്കത്തു സാലിസ്. ഇതിൽ 3ലും കുറെ ആൾക്കാരെ പേരും പറഞ്ഞിട്ടുണ്ട്. അതാരൊക്കെയാണെന്ന് ഒന്നും കൂടി നമുക്ക് പറഞ്ഞു നോക്കാം. തബക്കത്തുൽ ലൂലയില് ഉംറുൽ ഖൈസ്, സുഹൈർ ബിൻ അബി സലമ, നാബിയത്ത് സബയാന്. തബക്കത്തു സാനിയിലോ ആയിഷ, ലബീദ് ബിനു റബിയ, തൊറഫത്ത് ബിനു അബ്ദ്. തബക്കത്തുൽ സാലിസിലോ, മൂന്നാമത്തെ തബക്കാത്തിലോ അൻതറത്ത് ബിനു ഷദാദ, ദരീദ് ബിനു സുൽത്ത്, ഉമയ്യത്ത് ബിനു അബി സുൽത്ത്. അങ്ങനെ 3 തബക്കത്തുകൾ ഉണ്ട് എന്നുള്ളതും നമ്മൾ പറഞ്ഞു. അതിൽ ആൾക്കാരൊക്കെയാണ് എന്നുള്ളതും പറഞ്ഞു. പിന്നെ നമ്മൾ ഒന്ന് നോട്ട് ചെയ്യാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, മുഹൽഹിൽ. ഈ മുഹൽഹിൽ ആരാണ്? പൗരാണികമായ ഏറ്റവും പഴയ ഒരു കവിത രചിച്ചിരുന്ന ആളാണ് മുഹൽഹിൽ. ഇയാളെ ഏത് കവിതയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? ഒരു വിലാപ കാവ്യത്തെ കുറിച്ചിട്ടാണ് നമുക്ക് കിട്ടിയത്. ഈ ആരെ കുറിച്ചിട്ടാണ് പറഞ്ഞത്? തന്റെ സഹോദരനായ കുലൈബ്. അതൊരു യുദ്ധത്തിന്റെ പേര് പറഞ്ഞു. ഏത് യുദ്ധത്തിലായിരുന്നു? ഹർബുൽ ബുസൂസ് എന്ന യുദ്ധത്തിൽ മരണപ്പെട്ട തന്റെ സഹോദരനായ കുലൈബിന്റെ വിലാപ കാവ്യാണ് ഇദ്ദേഹം പാടിയത്. ഇദ്ദേഹം അന്ന് കവിത ആലപിച്ചത്. ഈ കവിതയാണ് നമുക്ക് പൗരാണികമായിട്ട് കവിത ഇപ്പൊ നിലവിൽ, അതായത് പൗരാണികമായ കവിതകളിൽ പെട്ട ഒരു കവിത എന്ന് പറയാൻ ഈ ഒരു കവിത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടു പോയി. കാരണം അവർക്ക് എഴുത്തും വായനയൊന്നും അറിയാത്തത് കാരണം അവരുടെ യുദ്ധങ്ങളിൽ ഈ കവിമാരൊക്കെ കുറെ മരണപ്പെട്ടത് കൊണ്ട് ആർക്കും ക്രോഡീകരിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഇതിലൊരു പ്രത്യേകമായിട്ട് പറയാനുള്ളത്, ഇത് പിന്നീട് ക്രോഡീകരിച്ച് വന്നത് ആരുടെ കാലഘട്ടത്തായിരുന്നു വെച്ചാല് അമവിയ, അബ്ബാസിയ എന്നിവരുടെ കാലഘട്ടത്താണ് ഇതൊക്കെ എന്ത് ചെയ്ത് പിന്നീട് ക്രോഡീകരിച്ചിരുന്നത്. ഈ കവിതകളൊക്കെ പല ചിന്ന ഭിന്നമായിരുന്നു. പിന്നീട് അത് ക്രോഡീകരിച്ചത് ഇവരെ രണ്ട് അബ്ബാസിയ ഭരണകൂടത്തിലും അമവിയ ഭരണകൂടങ്ങളിലൊക്കെയാണ് ഇതിനെ ക്രോഡീകരിച്ചിട്ടുണ്ടായിരുന്നത്.
അതേപോലെ ഓരോ കവിമാർക്കും ഓരോ റിപ്പോർട്ടകരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഈ റിപ്പോർട്ടകരാണ് ഇവരുടെയൊക്കെ കവിതകളെ സൂക്ഷിക്കലും ഈ റിപ്പോർട്ടർ മുഖേനയാണ് കവിതകളൊക്കെ എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ആലപിച്ചിട്ട് നടക്കുന്നതും ഇവരെ പ്രശസ്തരാക്കിയിരുന്നത് ആരാണ്? ഈ റാവി, അതായത് റിപ്പോർട്ടർമാർ തന്നെയായിരുന്നു. അത് ഇവർ ക്രോഡീകരിച്ചതിൽ ആദ്യ റിപ്പോർട്ടറെ ഒരു പേര് പറയുന്നുണ്ട്. ആദ്യ റിപ്പോർട്ടർ ആരായിരുന്നു? ഹമ്മാദുർ റാവി. ഹമ്മാദുർ റാവി ആയിരുന്നു ആദ്യത്തെ റിപ്പോർട്ടർ. ഇതിനെ ക്രോഡീകരിച്ചിട്ട് ആദ്യം വന്നിരുന്നത് ആരാണ്? ഹമ്മാദു റാവി ആയിരുന്നു. ഇപ്പോ ആരൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.